ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ, നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ, ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി ഹരേ പ്രണാമം. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അധ്യായം 5 നമ്മൾ പഠിക്കുന്നത്. നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങളില് 26 ശ്ലോകം വരെ നമ്മൾ കണ്ടു. 27ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കാനുള്ളത്. ഇപ്പൊ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഇന്നലെ എന്താണ് നമ്മൾ കണ്ടത്? ഇന്നലെ എന്താ പറഞ്ഞത്? ബാലനായിട്ടിരുന്നിട്ടും ആത്മനിയന്ത്രണം ഒത്തിരി ഉണ്ടായിരുന്നു നാരദ മഹർഷിക്ക്. നാരദ മഹർഷിക്ക് 5 വയസ്സുള്ള സമയത്ത് തന്നെ എങ്ങനെയാ പറഞ്ഞത്? സാധാരണ കുട്ടികളെ പോലെ അല്ലായിരുന്നു അല്ലെ. പറഞ്ഞിട്ടുണ്ടല്ലോ, കാര്യങ്ങൾ പറഞ്ഞില്ലേ? പരമദിവ്യോത്തമ പുരുഷൻ ജീവാത്മക്കളുമായിട്ടുള്ള ദൃഢമായ ബന്ധം, ഭക്തിയുത സേവനത്തിൽ ബന്ധപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിക്കുക, ഭഗവാന്റെ ധാമത്തിലൊക്കെ മടങ്ങി ചെല്ലുക, ചൈതന്യം ശീലമുള്ളവനായിരുന്നു, വിനോദങ്ങളിൽ താല്പര്യമില്ലാത്തവനായിരുന്നു അല്ലെ. അങ്ങനെ പിന്നെ ആവശ്യത്തിലധികം സംസാരിക്കുന്ന പ്രകൃതം ആർക്കുണ്ടായിരുന്നില്ല. കുട്ടിയായിരുന്ന പിന്നെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം കഴിച്ച് പാപങ്ങൾ നശിച്ചു, ഹൃദയശുദ്ധി കൈവരുന്നു. ഹൃദയശുദ്ധി കൈവരുന്നതും കണ്ടു. പിന്നെ 26 മഹാവേദാന്തികളുടെ കൃപയാലും അവരുടെ സംസർഗത്താലും ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേൾക്കാൻ അവസരം കിട്ടി. ഭഗവാൻ മാത്രമല്ല പ്രാധാന്യം അതീന്ദ്രിയ കർമ്മങ്ങളാലും ആകർഷകനാണ് എന്നുള്ളത് സംഭവിച്ചത്. അഭിരുചി വർദ്ധിച്ചതെന്ന് പറഞ്ഞു അല്ലെ. ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേട്ടപ്പോഴാണ് അഭിരുചി വർദ്ധിച്ചതെന്നും ലൗകിക കാര്യങ്ങളിൽ നിന്നും മുക്തമാകുകയും ആ ഭഗവത് ഗുണങ്ങളിൽ ആകർഷകമാകുകയും ചെയ്തു. 26 പ്രാധാന്യത്തെ പറ്റിയാണ്. അത് വരെയാണ് നമ്മൾ എടുത്തത് അല്ലെ.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. തസ്മിൻ തഥാ ലബ്ധരുചിർമഹാമതേ പ്രിയാ ശ്രവസ്യ സ്ഖലിതമതിർമമ യയാഹമേതൽ സദൽസൽ സ്വമായയാ പശ്യേമയി ബ്രഹ്മണി കൽപ്പിതം പരേ. തസ്മിൻ തഥാ ലബ്ധരുചിർമഹാമതേ പ്രിയാ ശ്രവസ്യ സ്ഖലിതമതിർമമ യയാഹമേതൽ സദൽസൽ സ്വമായയാ പശ്യേമയി ബ്രഹ്മണി കൽപ്പിതം പരേ. ഹരേ കൃഷ്ണ. ചൊല്ലാം. ഹരേ കൃഷ്ണ. തദാലബ്ധരുചിർമഹാമതേ മേതൽ സദസൽ സ്വമായയാ മയി ബ്രഹ്മണി കൽപ്പിതം പരേ. തദാലബ്ധരുചിർമഹാമതേ പ്രിയശ്രവസ്യ സ്ഖലിതമതിർമമ യയാഹമേത സദസൽ സ്വമായയാ പശ്യേമയി ബ്രഹ്മണി കൽപ്പിതം പരേ. ഹരേ കൃഷ്ണ. സദസൽസമായയാ പശ്യേമയി ബ്രഹ്മണി കൽപ്പിതം പരേ. ഹരേ കൃഷ്ണ. തസ്മിൻ അത് അപ്രകാരമാകിയാൽ തഥാ ആ സമയം ലബ്ധ പ്രാപ്തമാക്കി രുചേ രുചി മഹാമതേ അല്ലയോ ശ്രേഷ്ഠമുനി പ്രിയ ശ്രവസി ഭഗവാന് അസ്ഖലിത മതി നിർവിഘ്നമായ ശ്രദ്ധ മമ എന്റെ നിർവിഘ്നമായ ശ്രദ്ധ മമ എന്റെ യയ ഏതിൽ അഹം ഞാൻ ഏതൽ അവയെല്ലാം സദാ അസൽ സ്ഥൂലവും സൂക്ഷ്മവും സ്വമായയ ഒരുവന്റെ സ്വജ്ഞതയാൽ പശ്യേ ദർശിക്കുക മയി എന്നിൽ ബ്രഹ്മണി പരമോന്നതൻ കൽപ്പിതം അംഗീകരിച്ചു പരേ അതീന്ദ്രിയമായതിൽ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. അല്ലയോ മഹാമുനി, പരമദിവ്യോത്തമ പുരുഷനിൽ അഭിരുചി ആർജിച്ചയുടൻ തന്നെ ഭഗവത് ശ്രവണത്തിനുള്ള എന്റെ ശ്രദ്ധ പിൻവലിക്കാനാവാത്ത വിധം നിർവിഘ്നമായി തീർന്നു. ഭഗവാനെയും എന്നെയും സംബന്ധിച്ച അതീന്ദ്രിയ അഭിരുചി പുഷ്ടിപ്പെട്ടപ്പോൾ മാത്രമാണ് സൂക്ഷ്മവും സ്ഥൂലവുമായ ആവരണത്തെ ഞാൻ അംഗീകരിച്ചത്. അജ്ഞതയാൽ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ എന്താ പറയണത്? മഹാമുനിയോട് പറയാണ് അല്ലെ. ആരോടെ പറയണത്? വ്യാസ മഹർഷിയോട്. ഇപ്പൊ നാരദ മഹർഷി പറയാണ്, പരമദിവ്യോത്തമ പുരുഷനിൽ അഭിരുചി ആർജിച്ചയുടൻ തന്നെ ഭഗവത് ശ്രവണത്തെ കുറിച്ചുള്ള എന്റെ ശ്രദ്ധ എങ്ങനെയായിരുന്ന പറഞ്ഞത്? പിൻവലിക്കാനാവാത്ത വിധം നിർവിഘ്നമായി തീർന്നു. അത്രയും അതിനോടുള്ള താല്പര്യം വർദ്ധിച്ചു വന്നു. ഭഗവാനെയും എന്നെയും സംബന്ധിച്ച അതീന്ദ്രിയ അഭിരുചി പുഷ്ടിപ്പെട്ടപ്പോൾ മാത്രമാണ്. അപ്പൊ ഭഗവാനെ കുറിച്ചും താനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അതിന്റെ അതീന്ദ്രിയമായ അഭിരുചി പുഷ്ടിപ്പെട്ടപ്പോ മനസ്സിലായത് എന്ത്? സൂക്ഷ്മവും സ്ഥൂലവുമായ ആവരണത്തെ ഞാൻ അംഗീകരിച്ചത് അജ്ഞതയാൽ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ സൂക്ഷ്മവും സ്ഥൂലവുമായ ആവരണം, അതായത് നമുക്ക് രണ്ട് ശരീരം ഉണ്ടല്ലേ, ഒന്ന് സൂക്ഷ്മമായ ശരീരവും ഒന്ന് സ്ഥൂലമായ ശരീരവും. അതിനെ അംഗീകരിച്ചത്, ആ ആവരണത്തെ അംഗീകരിച്ചത് അജ്ഞതയാൽ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണെന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനും താനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതും എങ്ങനെയാണ്? പിന്നെ നിർവിഘ്നമായിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ആ ശ്രദ്ധ പിൻവലിക്കാനാകാത്ത വിധം നിർവിഘ്നമായി തീർന്നു പറഞ്ഞു. കാരണം ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള ആ അഭിരുചി അത് വർദ്ധിച്ചു വന്നു എന്നാ പറയുന്നത്. ഭൗതിക അസ്തിത്വത്തിലെ അജ്ഞതയെ അന്ധകാരത്തോട് ഉപമിച്ചിരിക്കുന്നു. മാത്രവുമല്ല സർവ്വ വേദ സാഹിത്യങ്ങളിലും പരമദിവ്യോത്തമ പുരുഷനെ സൂര്യനോട് ഉപമിച്ചിരിക്കുന്നു. എപ്പോൾ എവിടെ പ്രകാശമുണ്ടോ അവിടെ അന്ധകാരത്തിന് നിലനിൽപ്പില്ല. ഭഗവത് ലീലാ ശ്രവണം തന്നെ ഭഗവത് സംബന്ധ അതീന്ദ്രിയ സമാഗമമാകുന്നു. എന്തെന്നാൽ ഭഗവാനും ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പരമപ്രകാശവുമായി സഹവാസത്തിലായിത്തീരുക എന്നാൽ സർവ അജ്ഞതയെയും അകറ്റിക്കളയുക എന്നതാണ്. ജീവാത്മാവും ഭഗവാനും ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമാണെന്ന് ഭക്താത്മാവ് ചിന്തിക്കുന്നത് അജ്ഞതയാൽ മാത്രമാണ്. എന്നാൽ പരമാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷനും ജീവാത്മാക്കളും അതീന്ദ്രിയങ്ങളാണ്. മാത്രമല്ല അവർക്ക് ഭൗതിക പ്രകൃതിയെ സംബന്ധിച്ച യാതൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. പരമദിവ്യോത്തമ പുരുഷനെ കൂടാതെ യാതൊന്നിനും നിലനിൽപ്പില്ലെന്ന് അജ്ഞത നശിക്കുമ്പോൾ പൂർണ്ണമായി മനസ്സിലാകുന്നു. അനന്തരം അവിദ്യ അകലുന്നു.
ഇവിടെ എന്താ പറഞ്ഞത്? ഭൗതിക അസ്തിത്വത്തിലെ അജ്ഞതയെ അന്ധകാരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അജ്ഞത നമ്മള് അന്ധകാരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? അജ്ഞത ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? അന്ധകാരമാണ്, നമുക്കൊന്നും അറിയുന്നില്ല. അതേപോലെ തന്നെയാണ് അന്ധകാരവും. അന്ധകാരം ഉണ്ടെങ്കിൽ നമുക്കൊന്നും കാണില്ല അല്ലെ? മാത്രമല്ല സർവ്വവേദ സാഹിത്യങ്ങളിലും പരമദിവ്യോത്തമ പുരുഷനെ സൂര്യനോട് ഉപമിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ വേദ സാഹിത്യങ്ങളിലും ഭഗവാൻ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? സൂര്യനോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമ്മൾ ഭാഗവതത്തിൽ ഫസ്റ്റ് പറയുന്നു അല്ലെ, സൂര്യനോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഭാഗവതത്തെ സൂര്യനോട് ഉപമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഭഗവാനാണ് ഭാഗവതം, അതുകൊണ്ട്. ഭഗവാൻ നമ്മൾ അത് മാത്രമല്ലോ, വേറെ എന്തോ കൂടി ഉണ്ടല്ലോ. ഭഗവത്ഗീതയിൽ പറഞ്ഞതാണോ മാഡം? അല്ല മാതാജി? അല്ല, ഭാഗവതത്തിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നില്ല ഭാഗവതം പിന്നെ സൂര്യനോടാണ് ഉപമിച്ചിരിക്കുന്നതെന്ന്. പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എല്ലാം ഭാഗവതത്തെ സൂര്യനോട്, ഭഗവാൻ സൂര്യന്റെ പ്രത്യേകത എന്താണ്? എല്ലാം ശുദ്ധീകരിക്കും, സ്വയം എന്താകുന്നില്ല? അശുദ്ധിയാകുന്നില്ല. ഭാഗവതത്തെ നമ്മള് ഉപമിച്ചിരിക്കുന്നത് 4 കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് സൂര്യനോട്, ഒന്ന് എന്താണ്? കൽപ്പതരുവിന്റെ ഫലത്തിനോട്, പിന്നെ വിളക്കിനോട്, മോഹിനി മൂർത്തിയോട്. ഓർമ്മയുണ്ടോ? അല്ലെ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ട്. അല്ലെ? ഒന്നാണ് സൂര്യനോട്. സൂര്യനോട് പറയും, കാരണം എന്തുകൊണ്ടാണ്? സൂര്യൻ സ്വയം എല്ലാത്തിനെയും ശുദ്ധീകരിക്കും, പക്ഷെ എന്താണ്? സ്വയം ശുദ്ധിയാകുന്നില്ല. പിന്നെ കൽപ്പതാരുവിന്റെ ഫലത്തോട്, കൽപ്പതാരുവിന്റെ ഫലം എന്താണ്? എന്താഗ്രഹിച്ചാലും കിട്ടുന്നതാണ്. പിന്നെ വിളക്കിനോട്, വിളക്കിന്റെ പ്രത്യേകത എന്താണ്? അന്ധത നീറ്റി പ്രകാശം തരുന്നതാണ്. പിന്നെ മോഹിനി മൂർത്തിയോട്, കാരണം അമൃത രൂപത്തിലാണ് അല്ലെ മോഹിനി രൂപം. അതിനവതരിച്ചത് അമൃത് പകരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭാഗവതത്തെ ഈ 4ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ പ്രകാശമുണ്ട്, അവിടെ അന്ധകാരത്തിന് നിലനിൽപ്പില്ല. ഭഗവത് ലീലാശ്രവണം തന്നെ ഭഗവത് സംബന്ധ അതീന്ദ്രിയ സമാഗമമാകുന്നു. അപ്പൊ ഭഗവാന്റെ ലീലാശ്രവണം, ഭഗവത് ലീലകൾ ശ്രവിക്കുന്നത് തന്നെ ഭഗവത് സംബന്ധ അതീന്ദ്രിയ സമാഗമമാകുന്നു. അപ്പൊ ഭഗവാന്റെ ലീലകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? ഭഗവാനുമായിട്ടുള്ള ഒരു സംബന്ധം, അതീന്ദ്രിയമായിട്ടുള്ള ഒരു സമാഗമം ആണ് നമുക്ക് അവിടെ നടക്കുന്നത്. എന്തെന്നാൽ ഭഗവാനും ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പൊ ഭഗവാന്റെ ലീലകൾ കേട്ടാലും ഭഗവാനുമായിട്ടുള്ള സമാഗമമാണ് നടക്കുന്നത്. കാരണം ഭഗവാനും ഭഗവാന്റെ ലീലകളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. പരമപ്രകാശവുമായി സഹവാസത്തിലായി തീരുക എന്നാൽ അസർവ അജ്ഞതയും അകറ്റിക്കളയുക എന്നതാണ്. ഇപ്പോ ഭഗവാൻ പരമപ്രകാശവുമായിട്ട് സഹവാസത്തിലാകാന്ന് പറഞ്ഞ എന്താണ്? പ്രകാശവുമായിട്ട് സഹവാസം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവില്ല? അന്ധകാരം ഉണ്ടാകില്ല. അന്ധകാരം അജ്ഞതയാണ്. അപ്പൊ അജ്ഞതയെ അകറ്റിക്കളയുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജീവാത്മാവും ഭഗവാനും ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമാണെന്ന് ബദ്ധാത്മാവ് ചിന്തിക്കുന്നത് അജ്ഞതയാലാണ്. അപ്പൊ ഈ ജീവാത്മാവും ഭഗവാനും ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളാണെന്ന് ആര് ചിന്തിക്കും? ബദ്ധാത്മാവ് ചിന്തിക്കും. അത് അജ്ഞത കൊണ്ടാണ്. കാരണം ഭഗവാനെ കുറിച്ചും തന്നെ കുറിച്ചും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ പരമാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷനും ജീവാത്മാക്കളും അതീന്ദ്രിയങ്ങളാണ്. ശരിക്കും എങ്ങനെയാണ്? പരമാത്മാവും ജീവാത്മാവും അതീന്ദ്രിയമായിട്ടുള്ളതാണ്. രണ്ടിനും എന്തില്ല? ജനന മരണങ്ങളില്ല. ശാശ്വതമായിട്ടുള്ളതാണ് രണ്ടിനും ജനന മരണങ്ങളില്ല. മാത്രമല്ല അവർക്ക് ഭൗതിക പ്രകൃതിയെ സംബന്ധിച്ച് യാതൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പൊ ഈ പരമാത്മാവിനും ജീവാത്മാവിനും ഭൗതിക പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. പരമദിവ്യോത്തമ പുരുഷനെ കൂടാതെ യാതൊന്നിനും നിലനിൽപ്പില്ലെന്ന് അജ്ഞത നശിക്കുമ്പോൾ പൂർണ്ണമായും മനസ്സിലാകുന്നു. അപ്പോ അനന്തരം അവിദ്യ അകലുന്നു. അപ്പൊ ഭഗവാനില്ലാതെ ഒന്നിനും നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് എപ്പോഴാണോ മനസ്സിലാക്കുന്നത്, എല്ലാത്തിന്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ അസ്തിത്വം ഭഗവാനാണെന്ന് എപ്പോഴാണോ മനസ്സിലാകുമ്പോ അപ്പൊ എന്ത് മാറും? അജ്ഞത ഇല്ലാതാകും. അതാണ് അപ്പൊ നമ്മളെ അവിദ്യ അത് അകലാണ് ചെയ്യുന്നത്. സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങൾ പരമപുരുഷനിൽ നിന്നുള്ള ഉദ്ഗാരങ്ങളാകുകയാൽ ജ്ഞാനപ്രകാരം അവ രണ്ടിനെയും ഭഗവത് സേവനത്തിൽ നിയുക്തമാക്കാൻ അനുവദിക്കുന്നു. അപ്പൊ സ്ഥൂലമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടുള്ള ശരീരങ്ങള് പരമപുരുഷന്റെ അംശമാണ്. ഇത് രണ്ടും നമ്മുടെ ശരീരം, സ്ഥൂല ശരീരവും സൂക്ഷ്മ, അതായത് നമ്മുടെ ശരീരം. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. നമ്മള് മരണപ്പെടുമ്പോ നമ്മൾ ഈ സ്ഥൂല ശരീരം ഇവിടെ നശിച്ചു പോകും. സൂക്ഷ്മ ശരീരമാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഉള്ളത് സൂക്ഷ്മ ശരീരമാണ്, നമുക്ക് കാണാൻ സാധിക്കാത്ത നമ്മുടെ സൂക്ഷ്മ ശരീരം. അപ്പൊ ഇത് ഭഗവാന്റെ അംശമായത് കൊണ്ട് തന്നെ ജ്ഞാനപ്രകാരം ഒരാളെ
അവ രണ്ടിനെയും ഭഗവത് സേവനത്തിൽ നിയുക്തമാക്കാൻ അനുവദിക്കുന്നു. ഭഗവാന് സേവനം സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ, ഭഗവാന് സേവനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ജലം കൊണ്ടുവരിക, ക്ഷേത്രം വൃത്തിയാക്കുക, ഭഗവാനെ വന്ദിക്കുക തുടങ്ങിയവ സ്ഥൂല ശരീരത്തെ നിശ്ചയമായും നിയുക്തമാക്കണം. അർച്ചനാ മാർഗം അഥവാ ക്ഷേത്രത്തിലെ ഭഗവത് വിഗ്രഹാരാധനയിൽ സ്ഥൂല ശരീരത്തെ ഭഗവത് സേവനത്തിൽ നിയുക്തമാക്കുന്നത് ഉൾപ്പെടുന്നു. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ഥൂല ശരീരത്തെ നമ്മൾ എന്തൊക്കെ ചെയ്യിക്കണം? ഭഗവാന് സേവനം ചെയ്യാനായിട്ട് നമ്മുടെ സ്ഥൂല ശരീരം ഉപയോഗിക്കണം. അതായത് എന്താ പറയുന്നത്? ജലം കൊണ്ടുവരിക, ക്ഷേത്രം വൃത്തിയാക്കുക, ഭഗവാനെ വന്ദിക്കുക, ഇങ്ങനെ അർച്ചനാ മാർഗങ്ങളിൽ ക്ഷേത്ര വിഗ്രഹത്തെ ആരാധനയിൽ സ്ഥൂല ശരീരത്തെ ഭഗവാന്റെ സേവനയിൽ നിയുക്തമാക്കുന്നതൊക്കെ ഉൾപ്പെടും. ഇതൊക്കെ നമ്മൾ ചെയ്യണം. അതേപോലെ സൂക്ഷ്മ ശരീരത്തെ അതീന്ദ്രിയ ഭഗവത് ലീലാശ്രവണം, ഭഗവത് സ്മരണം, ഭഗവത് നാമജപം തുടങ്ങിയവയിൽ നിയുക്തമാക്കണം. അതേപോലെ തന്നെ സൂക്ഷ്മ ശരീരത്തെ നമ്മൾ എന്തിൽ ഉപയോഗിക്കണം? ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ വേണ്ടിയിട്ട്, ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട്, ഭഗവത് നാമജപം തുടങ്ങിയവയിൽ നിയുക്തമാക്കണം. അത്തരം സർവ്വ പ്രവർത്തനങ്ങളും അതീന്ദ്രിയങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അതീന്ദ്രിയ പ്രവർത്തനങ്ങളാണ്. ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീലകള് ഇത് കേൾക്കുക, സ്മരിക്കുക, ജപിക്കുക, ഭഗവാന്റെ ഇതൊക്കെ ജപിക്കുക, ഇതൊക്കെ എന്താണ്? അതീന്ദ്രിയമായ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഏതിന് ഉപയോഗപ്പെടുത്തണം? നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ഉപയോഗപ്പെടുത്തണം. അത്തരം സർവ്വ പ്രവർത്തനങ്ങളും അതീന്ദ്രിയങ്ങളാണ്. സൂക്ഷ്മവും സ്ഥൂലവുമായ ഇന്ദ്രിയങ്ങൾ ഒന്നിനെയും മറ്റൊന്നിലും വ്യാപരിപ്പിക്കരുത്. അപ്പൊ വേറെ ഒന്നിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഇന്ദ്രിയങ്ങൾ വ്യാപരിപ്പിക്കാനായിട്ട് പാടില്ല. അത്തരം അതീന്ദ്രിയ പ്രവർത്തനങ്ങളുടെ സാക്ഷാത്കാരം സംഭവ്യമാകുന്നത് ഭക്തിയുടെ സേവനത്തിൽ അനേക വർഷങ്ങളായുള്ള പ്രായോഗിക പരിശീലന ഘട്ടം അഥവാ ശിഷ്യത്വത്താലാണ്. അപ്പൊ ഇത് നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് സാധിക്കില്ല. അനേക വർഷത്തെ പരിശീലനം കൊണ്ടാണ് നമുക്കിത് സാധിക്കുന്നത്. എന്നാൽ നാരദ മുനി വികസിപ്പിച്ചെടുത്തതുപോലെ ശ്രവണത്തിലൂടെ പരമദിവ്യതമ പുരുഷനോടുള്ള സാധാരണ പ്രേമാകർഷണം അത്യന്തം പ്രയോഗക്ഷമവും യഥാർത്ഥവും ശക്തവുമാകുന്നു. പക്ഷെ നാരദ മഹർഷി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നാരദ മഹർഷി നാരദ മഹർഷി വികസിപ്പിച്ചെടുത്തതുപോലെ പരമപുരുഷനോടുള്ള സാധാരണ പ്രേമാകർഷണം എങ്ങനെയാണ്? അത്യധികം പ്രയോഗക്ഷമമായിട്ടുള്ളതും യഥാർത്ഥവും ശക്തവുമായിട്ടുള്ളതാണ് എന്നിവിടെ പറയാണ്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 28. ഇതം ശരൽ പ്രാവർഷികാവൃതു ഹരേർ വിസൃണതോ മേയാനുസവം യശോമലം സങ്കീർത്യമാനം മഹാത്മഭിർ ഭക്തി പ്രവർത്താത്മ രജസ്തമോപഹ. ശരൽ പ്രാവർഷികാവൃതു ഹരേർ വിസൃണതോ യശോമലം സങ്കീർത്യമാനം മുനിഭിർ മഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മജ ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ശരൽ ഹരേ കൃഷ്ണ. ഇത്തം അപ്രകാരം, ശരത്കാലം, പ്രാവൃഷികൗ വർഷക്കാലം, ഋതു 2 ഋതുക്കളും, ഹരേ ഭഗവാന്റെ വിസൃണത്വ തുടർച്ചയായി ശ്രവിക്കുന്നു, ഞാൻ സ്വയം, അനുസവം നിരന്തരം, യശ അമലം ശുദ്ധ മഹാത്മ്യങ്ങൾ, സങ്കീർത്യമാനം ജപിക്കപ്പെടുകയാൽ, മുനിഭി മഹാമുനിമാർ, മഹാ ആത്മഭിഹി മഹാത്മാക്കൾ, ഭക്തിയുടെ സേവനം, പ്രവഹിക്കാൻ ആരംഭിച്ചു, ആത്മാ ജീവാത്മാക്കൾ, രജോ ഗുണം, തമോ ഗുണം, ഉപഹ അപ്രത്യക്ഷമാകുന്നു, അതായത് ശൂന്യമാക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. വർഷക്കാലം, ശരത്കാലം എന്നീ 2 ഋതുക്കളുടെയും കാലത്ത് ആ മഹാത്മാക്കൾ ഭഗവാൻ ഹരിയുടെ പരിശുദ്ധ മഹാത്മ്യങ്ങളെ നിരന്തരമായി നിർവിഘ്നമായി ഉരുവിടുന്നത് ശ്രവിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. എന്റെ ഭക്തിയുടെ സേവനം അനർഗളമായി പ്രവഹിക്കാൻ ആരംഭിച്ചപ്പോൾ രജോ തമോ ഗുണങ്ങളുടെ ആവരണങ്ങൾ അപ്രത്യക്ഷമായി. നാരദ മഹർഷി പറയാണ് അല്ലെ,
ഇപ്പൊ കുറച്ച് ശ്ലോകങ്ങൾ നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 31 വരെ തോന്നുന്നുണ്ട് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്, വർഷക്കാലം ശരത്കാലം എന്നീ 2 ഋതുക്കളുടെയും കാലത്ത് ആ മഹാത്മാക്കള് ആരെ കുറിച്ച് പറയണ, ഭഗവാൻ ഹരിയുടെ പരിശുദ്ധ മഹാത്മ്യങ്ങളെ നിരന്തരമായിട്ട് നിർവിഘ്നമായിട്ട് ഉരുവിടുന്നത് ശ്രവിക്കാനുള്ള അവസരം ആർക്ക് ലഭിച്ചു? നാരദ മഹർഷി ലഭിച്ചു. അങ്ങനെ ഭക്തിയുടെ സേവനം അനർഗളമായി പ്രവഹിക്കാൻ ആരംഭിച്ചപ്പോൾ രജോ തമോ ഗുണങ്ങളുടെ ആവരണങ്ങൾ എന്താണ് അപ്രത്യക്ഷമായി. അപ്പൊ രജോ ഗുണം തമോ ഗുണമൊക്കെ തന്നെത്താനെ ഇല്ലാതാകാണ് ചെയ്യുന്നത്. എങ്ങനെ? ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് നിർവിഘ്നമായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചപ്പോ അതിനെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോൾ. ഭാവാർത്ഥം: പരമപുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനം സർവ്വജീവാത്മാക്കളുടെയും സ്വാഭാവിക പ്രവണതയാണ്. ഇപ്പൊ പരമപുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനം സർവ്വജീവാത്മാക്കളുടെയും സ്വാഭാവിക പ്രവണതയാണ്. ഏവരിലും ഈ സഹജ വാസന സുപ്തമായിരിക്കുന്നു. എന്നാൽ ഭൗതിക പ്രകൃതിയുടെ സംസർഗത്താൽ രജോ തമോ ഗുണങ്ങൾ ഇതിനെ സ്മരണാതീത കാലം മുതൽ ആവരണം ചെയ്യുന്നു. ഭഗവത് കൃപയാലും ശ്രേഷ്ഠ ആത്മാക്കളായ ഭഗവത് ഭക്തരുടെ കൃപയാലും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുമായി സംസർഗത്തിലാകത്തക്ക വിധം ഒരു ജീവാത്മാവ് ഭാഗ്യവാനായി തീരുന്നുവെന്ന് മാത്രമല്ല, ഭഗവാന്റെ പരിശുദ്ധ മഹാത്മ്യങ്ങളെ ശ്രവിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോ പരമപുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള പ്രേമയുധ സേവനം എല്ലാ ജീവാത്മാക്കളുടെയും സ്വാഭാവികമായിട്ടുള്ള പ്രവണതയാണ്. കാരണം എല്ലാവരുടെയും പരമമായ ധർമ്മം എന്താണ്? ഭഗവാന്റെ സേവനമാണ്. പക്ഷെ അതെന്താണ് സംഭവിക്കുന്നത്? ഈ സഹജവാസന സുപ്തമായിരിക്കുകയാണ്, എല്ലാവരിലും അത് മറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? എന്നാൽ ഭൗതിക പ്രകൃതിയുടെ സംസർഗത്താൽ രജോ തമോ ഗുണങ്ങൾ ഇതിനെ സ്മരണാതീത കാലം മുതൽ ആവരണം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിനെ എന്താ പറയാ, സ്മരണാതീത കാലം മുതലേ തന്നെ രജോ തമോ ഗുണങ്ങൾ കൊണ്ട് ഇതിനെ ആവരണം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഭഗവാന്റെ കൃപ കൊണ്ടും ശ്രേഷ്ഠരായിട്ടുള്ള ആത്മാക്കളുടെ അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരുടെ കൃപ കൊണ്ടും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം ലഭിക്കത്തക്ക വിധം ഒരു ജീവാത്മാവിന് ഭാഗ്യവാനായി തീരുന്നുവെന്ന് മാത്രമല്ല, അപ്പൊ അങ്ങനെ ഒന്നില്ലെങ്കിൽ ഭഗവത് കൃപ കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ കൃപ കൊണ്ട് ഒരു ജീവാത്മാവിന് ഭാഗ്യവാനായി തീരുന്നെന്ന് മാത്രമല്ല, ഭഗവാന്റെ പരിശുദ്ധ മഹാത്മ്യങ്ങളെ ശ്രവിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഭഗവാന്റെ കൃപ കൊണ്ടോ ഭക്തന്മാരുടെ കൃപ കൊണ്ടോ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് ശ്രവിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അപ്രകാരം ജീവാത്മാവിൽ ഭക്തിയുടെ സേവനം നദീജല പ്രവാഹം പോലെ അനർഗളമായി പ്രവഹിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ആ ജീവാത്മാവില് ഭഗവാനോടുള്ള സേവനം നദീജലം പോലെ അനർഗളമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കും. നദീജലം സമുദ്രത്തിൽ നിപതിക്കുന്നത് വരെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നത് പോലെ ശുദ്ധഭക്തിയുടെ സേവനം ശുദ്ധഭക്ത സംസർഗത്താൽ പരമലക്ഷ്യമായ പരമദിവ്യോത്തമ പുരുഷന്റെ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനം പ്രാപ്തമാകുന്നത് വരെ അനർഗളമായി പ്രവഹിക്കുന്നു. അപ്പൊ ഈ ഭക്തിയുടെ സേവനം എങ്ങനെയാണ്? നദീജലം എപ്രകാരമാണോ സമുദ്രത്തിൽ എത്തുന്നത് അതുവരെ നദി ഒഴുകിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഈ ശുദ്ധഭക്തിയുടെ സേവനം ശുദ്ധഭക്തന്മാരുടെ സംസർഗം കൊണ്ട് ആ പരമലക്ഷ്യമായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനിലേക്ക് എത്തുന്നത് വരെ, ഭഗവാന്റെ അതീന്ദ്രിയമായ പ്രേമം പ്രാപ്തമാകുന്നത് വരെ ഇതെന്താണ്? പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഭക്തിയുടെ സേവനത്തെ തടുത്തു നിർത്താൻ സാധ്യമല്ല, അത് നമുക്ക് നിർത്താനായിട്ട് സാധിക്കുന്നതല്ല. പ്രത്യുത ഭക്തിയുടെ സേവനം അതിരേകമായി യാതൊരു നിയന്ത്രണവും ഇല്ലാതെ യാതൊരു പരിധിയും ഇല്ലാതെ അഭിവൃദ്ധിപ്പെടുന്നു. അങ്ങനെ ആ ഭക്തിയുടെ സേവനം എങ്ങനെയാണ്? അതിരേകമായിട്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു പരിധിയും ഇല്ലാതെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രേക്ഷകനെ പോലും രജോ തമോ ഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കത്തക്ക വിധം അത്രത്തോളം പ്രബലമാണ് ഭക്തിയുടെ സേവന പ്രവാഹം. അത് പ്രേക്ഷകനെ പോലും, പ്രേക്ഷകൻ എന്ന് വെച്ചാൽ ആരാണ്? കേൾക്കുന്നത് അല്ലെ? കേൾക്കുന്നവർക്ക് പോലും എന്ത് സംഭവിക്കുന്ന പറയണത്? രജോ തമോ ഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കത്തക്ക വിധം അത്രത്തോളം പ്രബലമാണ് എന്ത്? ഭക്തിയുത സേവന പ്രവാഹം. ഭൗതിക പ്രകൃതിയുടെ ഈ ഇരുഗുണങ്ങളും ഇല്ലാതാക്കപ്പെട്ട് സ്വതന്ത്രമാകുന്ന ജീവാത്മാവ് തന്റെ യഥാർത്ഥ അവസ്ഥയിൽ വർത്തിക്കുന്നു. അപ്പോ എന്താണ്? ഭൗതിക പ്രകൃതിയുടെ ഈ ഗുണങ്ങളെല്ലാം ഏത് ഗുണങ്ങളാണ്? രജോ ഗുണം തമോ ഗുണങ്ങളും ഇല്ലാതാക്കപ്പെട്ട് സ്വതന്ത്രമാകുന്ന ജീവാത്മാവ് തന്റെ യഥാർത്ഥ അവസ്ഥയിൽ വർത്തിക്കുന്നു, തന്റെ യഥാർത്ഥ അവസ്ഥയിൽ എത്തും. അതായത്
എന്ത് മനസ്സിലാവാണ്? തന്റെ അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാണ്. ഭഗവത് സേവനമാണ് പരമമായ ധർമ്മം എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഭക്തിയുടെ സേവനം ചെയ്ത് ഭക്തിയുടെ സേവനം തടയാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കാണ് പറയുന്നത്. ആരുടെ സഹകാര്യം കൊണ്ട്? ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ സംസർഗം കൊണ്ട്. ഭക്തിയുടെ സേവനത്തിന്റെ പ്രാധാന്യം നമ്മൾ പറയാം. ശുദ്ധ ഭക്തന്മാരുടെ സാന്നിധ്യം കൊണ്ട് നടക്കുന്നത്. അടുത്തത് പറഞ്ഞത് ശ്ലോകം 29. തസ്സൈവമേനു രക്തസ്യ പ്രസിദ്ധസ്യ ഹതൈനസഃ ശ്രദ്ധധാനസ്യ ബാലസ്യ ദാന്തസ്യാനുരചരസ്യ ച തസ്സൈവമേനു രക്തസ്യ പ്രസൃതസ്യ ഹതൈനസഃ ശ്രദ്ധാദാനസ്യ ബാലസ്യ ദാന്തസ്യാനുരചരസ്യ ച. ഹരേ കൃഷ്ണ. ചൊല്ലാം. ഹരേ കൃഷ്ണ. ദൈവമേ അനുരക്തസ്യ ഹതൈനഃ ദദാനസ്യ ബാലസ്യ ദൈവമേ അനുരക്തസ്യ ഹതൈനഃ ദദാനസ്യ ബാലസ്യ ദാന്തസ്യാനുരചരസ്യ ച ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യാനുചരസ്യ ച രക്തസ്യ പ്രസൃതസ്യ ഹതൈനസഃ ശ്രദ്ധധാനസ്യ ബാലസ്യ ദാന്തസ്യാനുചരസ്യ ച തസ്യ അവന്റെ ഏവം അപ്രകാരം മേ എന്റെ അനുരക്തസ്യ അവരുമായി സ്നേഹത്താൽ ബന്ധിതമായി പ്രസൃതസ്യ ആജ്ഞാനുസാരേണ ഹത അവയിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ടു ഏനസ പാപങ്ങൾ ശ്രദ്ധധാനസ്യ വിശ്വസ്തനായവന്റെ ബാലസ്യ ബാലന്റെ ദാന്തസ്യ അടിമപ്പെടുത്തി അനുചരസ്യ നിർദ്ദേശങ്ങളെ കർശനമായി അനുവർത്തിച്ചുകൊണ്ട് ച വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ മുനിമാരുമായി സ്നേഹത്താൽ ബന്ധിതനായി അത്യന്തം വിനയത്തോടു കൂടി അവരുടെ സേവനത്തിൽ നിരതനായതിനാൽ എന്റെ സർവ്വ പാപങ്ങളും സമൂലം നശിപ്പിക്കപ്പെട്ടു. അപ്പോ മുനിമാരുമായിട്ട് സ്നേഹത്താൽ ബന്ധിതനായി ആര്? നാരദ മഹർഷി. അത്യന്തം വിനയത്തോടു കൂടി അവർക്ക് സേവനം ചെയ്തു കൊടുത്തു. അവർക്ക് സേവന നിരതനായത് കൊണ്ട് തന്നെ എന്റെ സർവ്വ പാപങ്ങളും സമൂലം നശിപ്പിക്കപ്പെട്ടു. അപ്പോ ഒരു ശുദ്ധ ഭക്തന് സേവനം ചെയ്തു കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ആ പാപങ്ങൾ മുഴുവനും ഇല്ലാതാകാണ് ചെയ്യുന്നത്. കാരണം ആ ഒരു ശുദ്ധ ഭക്തൻ ആർക്ക് സമമാണ്? അല്ലെങ്കിൽ ആരുടെ പ്രതിനിധിയാണ്? ഭഗവാന്റെ പ്രതിനിധിയാണല്ലേ ആചാര്യന്മാര് അല്ലെങ്കിൽ ശുദ്ധ ഭക്തന്മാര്. ഭഗവാന്റെ തന്നെ പ്രതിനിധികളാണ് അവര്. അപ്പൊ അവർക്ക് സേവനം ചെയ്തു കൊടുത്തതോടുകൂടി പാപങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. അവരിൽ പൂർണ്ണ വിശ്വസ്തനാകിയാൽ ഞാൻ ഇന്ദ്രിയങ്ങളെ കീഴടക്കുകയും മനസ്സാലും ശരീരത്താലും കർശനമായി അവരെ അനുവർത്തിക്കുകയും ചെയ്തു. അപ്പൊ അവരില് പരിപൂർണ വിശ്വസ്തനായതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർശനമായി അവരെ അനുവർത്തിക്കാനും സാധിച്ചു. ഭാവാർത്ഥം. പരിശുദ്ധനായ നിഷ്കളങ്ക ഭക്തന്റെ പദവിയിലേക്ക് ഉന്നതി പ്രതീക്ഷിക്കുന്ന ഭാവികാല പ്രാപ്യമായ പരീക്ഷാർത്ഥിക്ക് ആവശ്യം വേണ്ടുന്ന യോഗ്യതകളാണിവ. അപ്പൊ പരിശുദ്ധനായിട്ടുള്ള നിഷ്കളങ്ക ഭക്തന്റെ പദവിയിലേക്ക് ഉന്നതി പ്രതീക്ഷിക്കുന്ന ഭാവി കാല പ്രാപ്യമായ പരീക്ഷാർത്ഥിക്ക് ആവശ്യം വേണ്ടുന്ന യോഗ്യതകളാണ് ഈ പറഞ്ഞതെല്ലാം. അതായത് എന്താ പറഞ്ഞത്? അവരില് അതായത് ശുദ്ധ ഭക്തന്മാരിൽ അല്ലെങ്കിൽ ആചാര്യന്മാരിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവുക. അപ്പൊ ഇന്ദ്രിയങ്ങളെ കീഴടക്കാനും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരെ അനുവർത്തിക്കാനും സാധിക്കാന്നുള്ളത്. അത്തരം ഒരു പരീക്ഷാർത്ഥി നിശ്ചയമായും സദാ ശുദ്ധഭക്തന്റെ സംസർഗം കാക്ഷിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി എപ്പോഴും എന്താ ആഗ്രഹിക്കും? ശുദ്ധഭക്തന്റെ സാന്നിധ്യം അല്ലെങ്കിൽ സംസർഗം ആഗ്രഹിക്കും. ഒരുവൻ കപട ഭക്തനാൽ നയിക്കപ്പെടരുത്. ഒരിക്കലും ഒരു കപട ഭക്തനാൽ നയിക്കപ്പെടാനായിട്ട് നമ്മള് വഴി ഉണ്ടാക്കരുത്. അവിധം ശുദ്ധഭക്തനിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കത്തക്ക വിധം അയാൾ സ്വയം ഋജുവും മസൃണനുമായിരിക്കണം. അപ്പോ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്? ശുദ്ധഭക്തനിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കത്തക്ക വിധം അയാൾ സ്വയം ഋജുവും മസൃണനുമായിരിക്കണം. മസൃണം എന്ന് വെച്ചറിയാവോ ആർക്കെങ്കിലും വേണ്ട മീനിങ്? ഇതോട് കൂടുതൽ നമ്മളത് ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത് ചിലപ്പോ. അപ്പൊ എങ്ങനെയായിരിക്കണം? നമ്മൾ ശുദ്ധഭക്തനിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കത്ത വിധം അയാൾ സ്വയം എങ്ങനെയായിരിക്കണം? ഋജു ആയിരിക്കണം, മസൃണനായിരിക്കണം. പരമദിവ്യോത്തമ പുരുഷനിൽ പരിപൂർണമായും സമർപ്പണം ചെയ്ത ആത്മാവാകുന്നു. പരമദിവ്യോത്തമ പുരുഷനിൽ പൂർണ്ണമായും സമർപ്പണം ചെയ്ത ആത്മാവാകുന്ന ഒരു ശുദ്ധഭക്തൻ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ശുദ്ധഭക്തനിൽ നിന്ന് ആയിരിക്കണം നമ്മൾ എന്ത് നേടേണ്ടത്? ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടേണ്ടത്. അങ്ങനെയുള്ള ഒരു ശുദ്ധഭക്തനായിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്.
ശുദ്ധഭക്തൻ എന്ന് പറയുന്നത് ഭഗവാനിൽ പൂർണ്ണമായും സമർപ്പണം ചെയ്ത ഒരു ആത്മാവാണ് ശുദ്ധഭക്തൻ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പരമനിയന്താവായും മറ്റെല്ലാവരെയും ഭഗവത് സേവകരായും അയാൾ അറിയുന്നു. അപ്പൊ ശുദ്ധഭക്തൻ ഭഗവാന് പരിപൂർണനായിട്ട് സമർപ്പണം ചെയ്തൊരു ഭക്തൻ ഭഗവാനെ പരമനിയന്താവാണ് ഭഗവാൻ എന്നും മറ്റെല്ലാവരും ഭഗവാന്റെ സേവകരാണെന്നും അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൗകിക സംസർഗത്താൽ ഒരാൾക്ക് മാത്രമേ വർദ്ധിതങ്ങളായ സർവ്വ പാപ സഞ്ചയങ്ങളെയും ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഒരു പുതുഭക്തൻ എപ്പോഴും ശുദ്ധഭക്തനെ വിശ്വാസപൂർവ്വം സേവിക്കണം. മാത്രമല്ല അയാൾ വിനയവും അനുസരണയുള്ളവനും നിർദ്ദേശങ്ങളെ കർശനമായി അനുസരിക്കുന്നവനും ആകണം. നിലവിലുള്ള ജീവിത കാലയളവിനുള്ളിൽ തന്നെ ജീവിത വിജയം പ്രാപ്തമാക്കാൻ ദൃഢപ്രതിജ്ഞയെടുത്ത ഒരു ഭക്തന്റെ ലക്ഷണങ്ങളാണിവ. അപ്പൊ ഈ ലൗകിക സംസർഗത്താൽ മാത്രമേ ഒരാൾക്ക് വർദ്ധിതങ്ങളായ സർവ്വ പാപ സഞ്ചയങ്ങളെയും ഒഴിവാക്കാൻ കഴിയുള്ളൂ. മറ്റെല്ലാവരെയും ഭഗവത് സേവകനായിട്ടും ആർക്കറിയാൻ സാധിക്കും? ഒരു ശുദ്ധഭക്തന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ലൗകിക സംസർഗത്താൽ മാത്രമേ ഒരാൾക്ക് വർദ്ധിതങ്ങളായ സർവ്വ പാപ സഞ്ചയങ്ങളെയും ഒഴിവാക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറയാം. അപ്പൊ ലൗകികമായിട്ടുള്ള സംസർഗം കൊണ്ട് മാത്രം ഒരാൾക്ക് എന്ത് സാധിക്കും? വർദ്ധിച്ചു വന്നിട്ടുള്ള സർവ്വ പാപ സഞ്ചയങ്ങളെയും ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഒരു പുതുഭക്തൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു ശുദ്ധഭക്തനെ വിശ്വാസപൂർവ്വം സേവിക്കണം. മാത്രമല്ല വിനയവും അനുസരണയുള്ളവനും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായും അനുസരിക്കുന്നവനും ആയിരിക്കണം ആര്? ഒരു ശുദ്ധഭക്തൻ. നിലവിലുള്ള ജീവിത കാലയളവിനുള്ളിൽ തന്നെ ജീവിത വിജയം പ്രാപ്തമാക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു ഭക്തന്റെ ലക്ഷണങ്ങളാണിത്. അപ്പോ നിലവിലുള്ള ഈ ജീവിത കാലയളവിൽ തന്നെ ജീവിത വിജയം പ്രാപ്തമാക്കാനായിട്ട് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ. കാരണം ഭക്തൻ എന്ത് ചെയ്യണം? അതായത് ഒരു തുടക്കത്തിലുള്ള ഒരു ഭക്തനാണെങ്കിൽ ഈ ജീവിതത്തിൽ തന്നെ വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ ആ ശുദ്ധ ഭക്തനെ വിശ്വാസപൂർവ്വം സേവിക്കുക. അദ്ദേഹത്തിൽ വിനയത്തോടെയും അനുസരണയുള്ളവരുമായി തീരുക. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി അനുസരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ ജീവിതത്തിൽ തന്നെ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. ശ്ലോകം 30. ഹരേ കൃഷ്ണ മാതാജി, അതിന്റെ മീനിങ് മൃദുത്വം എന്നാണ്. മൃദുത്വം എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മാതാജി അവിടെ. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവിടെ എന്താണ്? ആ ഒരു ഭക്തനെ തെരഞ്ഞെടുക്കാന്നല്ലേ പറയുന്നത്, ശുദ്ധഭക്തനെ. അല്ല, എന്റെ അങ്ങനെയാണ്, നേർമയും മൃദുത്വം എന്നാണ്. ബുക്കില് മാതാജി നേർമയും മൃദുത്വം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്റെ കയ്യിരിക്കുന്ന ബുക്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. മൃദുലമായവൻ, മൃദുല ഹൃദയത്തോടുകൂടി. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്തും കൂടി സംസാരം നോക്കാം. ഹരേ കൃഷ്ണ. 30ാമത്തെ ശ്ലോകം. ജ്ഞാനം ഗുഹ്യതമം യത്തൽ സാക്ഷാൽ ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്ത്യ കൃപയാ ദീനവത്സലഃ. ജ്ഞാനം ഗുഹ്യതമം യത്തൽ സാക്ഷാൽ ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്ത്യ കൃപയാ ദീനവത്സലഃ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. ജ്ഞാനം ഗുഹ്യതരം ഗുഹ്യതമം യത്തൽ സാക്ഷാൽ ഭഗവതോദിതം ജന്മമിഷ്യന്ത്യ കൃപയാ ജ്ഞാനം ഗുഹ്യതമം സാക്ഷാൽ ഭഗവതോദിതം അന്വവോചൻ ഗമിഷ്യന്ത്യ കൃപയാ ദീനവത്സലഃ. കൃപയാ ദീനവത്സലഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനം തന്നെ ഗുഹ്യതമം അതീവ രഹസ്യമായ യൽ എന്താകുന്നു? യൽ സാക്ഷാൽ പ്രത്യക്ഷമായി ഭാഗവത ഉദിത സ്വയം ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ട അഥവാ പ്രതിപാദിക്കപ്പെട്ട അരുളി ചെയ്യപ്പെട്ട അന്വവോചൽ നിർദ്ദേശം നൽകി ഗമീഷ്യന്ത പ്രയാണം ചെയ്യുന്ന വേളയിൽ കൃപയാ അഹൈതുകമായ കൃപയാൽ ദീനവത്സല ദാരിദ്ര്യത്തിലും സൗമ്യ ശീലരിലും അതീവ ദയാലുത്വമുള്ളവർ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. വിനീത ഹൃദയരായ ആത്മാക്കളിൽ അതീവ കൃപയുള്ള ആ ഭക്തി വേദാന്തികൾ പ്രയാണം ആരംഭിക്കുന്ന വേളയിൽ പരമദിവ്യോത്തമ പുരുഷനാൽ നിർദ്ദേശിക്കപ്പെട്ട ആ അതീവ രഹസ്യമായ വിഷയത്തെ എനിക്ക് ഉപദേശിച്ചു.
ഇപ്പൊ വിനീത ഹൃദയരായ ആത്മാക്കളിൽ അതീവ കൃപയുള്ള ഭക്തി വേദാന്തികള് പ്രയാണം ആരംഭിക്കുന്ന വേളയിൽ എന്ത് ചെയ്തു? പരമദിവ്യോത്തമ പുരുഷനാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അതീവ രഹസ്യമായ വിഷയത്തെ കുറിച്ച് ആർക്ക് ഉപദേശിച്ചു? നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഭാവാർത്ഥം: ഭഗവാന്റെ നിർദ്ദേശങ്ങൾ യഥാരൂപം ഒരു ഭക്തി വേദാന്തി അനുവർത്തികൾക്ക് ഉപദേശിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവത്ഗീതയിലും മറ്റെല്ലാ ധർമ്മശാസ്ത്രങ്ങളിലും ഭഗവാനെ മാത്രമേ ജനങ്ങൾ പിന്തുടരാവൂ എന്ന് സ്പഷ്ടമായി നിർദ്ദേശിച്ചിരിക്കുന്നു. സർവ്വതിന്റെയും സ്രഷ്ടാവും സംരക്ഷകനും സർവനാശകനും ഭഗവാനാകുന്നു. സമ്പൂർണ്ണ വിശ്വസൃഷ്ടിയും ഭഗവതേച്ഛയാലാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ഭഗവതേച്ഛയാൽ എപ്പോൾ ഈ സമ്പൂർണ്ണ ദൃശ്യവും പരിസമാപ്തമാകുന്നുവോ അപ്പോഴും ഭഗവാന്റെ ശാശ്വത ധാമത്തിൽ സർവ പരിച്ഛേദങ്ങളോടും കൂടി ഭഗവാൻ പരിസേവിതനായി നിലകൊള്ളുന്നു. സൃഷ്ടിക്കു മുമ്പും ഭഗവാൻ അദ്ദേഹത്തിന്റെ ധാമത്തിൽ പരിസേവിതനായി നിലകൊണ്ടിരുന്നുവെന്ന് മാത്രമല്ല സർവനാശത്തിനും ശേഷവും ഭഗവാൻ തുടർന്നും അപ്രകാരം തന്നെ നിലകൊള്ളും. ആകയാൽ ഭഗവാൻ സൃഷ്ടിപരമായ ജീവസത്തകളിൽ ഒന്നല്ല, ഭഗവാൻ അതീന്ദ്രിയനാണ്. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ യഥാരൂപം ഒരു ഭക്തി വേദാന്തി അനുവർത്തികൾക്ക് ഉപദേശിക്കും. ഭഗവാനിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അതേപടി ഒരു ഭക്തി വേദാന്തി എന്താണ് യഥാരൂപത്തില് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കും. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവത്ഗീതയിലും മറ്റെല്ലാ ധർമ്മശാസ്ത്രങ്ങളിലും ഭഗവാനെ മാത്രമേ ജനങ്ങൾ പിന്തുടരാവൂ എന്ന് സ്പഷ്ടമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലെ. ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ, മാമേകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കാനാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നത്. സർവ്വതിന്റെയും സ്രഷ്ടാവും സംരക്ഷകനും സർവനാശകനും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. എല്ലാവരുടെ സൃഷ്ടിക്കുന്നതും ഭഗവാനാണ്, സംരക്ഷിക്കുന്നതും ഭഗവാനാണ്, നാശകനും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. സമ്പൂർണ്ണ വിശ്വസൃഷ്ടിയും ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് നിലനിൽക്കുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് എപ്പോൾ ഈ സമ്പൂർണ്ണ ദൃശ്യം പരിസമാപ്തമാകുന്നുവോ അപ്പോഴും ഭഗവാന്റെ ശാശ്വത ധാമത്തിൽ സർവ്വ പരിച്ഛേദങ്ങളോടും കൂടി ഭഗവാൻ പരിസേവിതനായി നിലകൊള്ളുന്നു. അപ്പൊ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് ഈ സൃഷ്ടികളെല്ലാം നിലനിൽക്കുന്നതും അതെല്ലാം പരിസമാപ്തമാകുന്നതും. എങ്ങനെയാണ്? ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ്. അപ്പോഴും ഭഗവാൻ എവിടെയാണ്? ഭഗവാന്റെ ശാശ്വത ധാമത്തില് സർവ പരിച്ഛേദങ്ങളോടും കൂടി ഭഗവാൻ പരിസേവിതനായിട്ട് നിലകൊള്ളാണ് ചെയ്യുന്നത്. ഭഗവാന്റെ എല്ലാ പരിച്ഛേദങ്ങളോടും കൂടിയിട്ട് ഭഗവാന്റെ ധാമത്തില് നിലനിൽക്കുന്നുണ്ടാകും. സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ അദ്ദേഹത്തിന്റെ ധാമത്തിൽ പരിസേവിതനായി നിലകൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല സർവനാശത്തിന് ശേഷവും ഭഗവാൻ തുടർന്നും അപ്രകാരം തന്നെ നിലകൊള്ളും. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് മാത്രല്ല, സൃഷ്ടിക്ക് ശേഷവും നാശത്തിന് ശേഷവും ഭഗവാൻ എവിടെ ഉണ്ടാവും? ഭഗവാൻ എല്ലാ പരിച്ഛേദങ്ങളോടും കൂടിയിട്ട് ഭഗവാന്റെ ധാമത്തില് എവിടെയാണ്? ഗോലോക വൃന്ദാവനത്തില് ഭഗവാൻ നിലനിൽക്കും. ആകയാൽ ഭഗവാൻ സൃഷ്ടിപരമായ ജീവസത്തകളിൽ ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ എങ്ങനെയല്ല? സൃഷ്ടിപരമായ ജീവസത്തകളിൽ ഒന്നല്ല ഭഗവാൻ അതീന്ദ്രിയനാണ്. ഭഗവാൻ വളരെ പണ്ട് അർജുനന് ഉപദേശം പകർന്നു നൽകിയെന്നും അതേ ഉപദേശം സൂര്യദേവന് നിർദ്ദേശിച്ചുവെന്നും കാലക്രമത്തിൽ തെറ്റായി കൈകാര്യം ചെയ്യപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്തതായും ഭഗവാന്റെ ഉത്തമ സുഹൃത്തും ശ്രേഷ്ഠ ഭക്തനുമാകിയാൽ അർജുനനെ വീണ്ടും ഉപദേശിച്ചതായും ഭഗവത്ഗീതയിൽ ഭഗവാൻ അരുളി ചെയ്യുന്നു. ആകയാൽ ഭഗവത് ഉപദേശം ഭക്തർക്കല്ലാതെ മറ്റാർക്കും ഗ്രഹിക്കാൻ സാധ്യമല്ല. അപ്പൊ വളരെ പണ്ട് ഭഗവാൻ എന്താണ്? ഭഗവത്ഗീത ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. ഇതിനു മുന്നേ ഞാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? ദിവസ്വാൻ അല്ലെ, സൂര്യദേവന് പറഞ്ഞു കൊടുത്തു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അത് നഷ്ടപ്പെട്ടു പോയതിന്റെ ഫലമായിട്ടാണ് വീണ്ടും ഭഗവാൻ അർജുനനെ തെരഞ്ഞെടുക്കുന്നത് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് അപ്പൊ എന്താണ്? ആ ഉപദേശം ഭഗവാൻ ഭക്തന്മാർക്കല്ലാതെ മറ്റാർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. അവർക്കാർക്കും അത് ഗ്രഹിക്കാനും സാധ്യമല്ല. ഭഗവാന്റെ അതീന്ദ്രിയ സ്വരൂപത്തെ കുറിച്ച് യാതൊരു ജ്ഞാനവും ഇല്ലാത്ത അമൂർത്തകവാദികൾക്ക് ഭഗവാന്റെ ഈ അതീവ രഹസ്യമായ അതീന്ദ്രിയ സന്ദേശത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പൊ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ അതീന്ദ്രിയമായ രൂപത്തെ കുറിച്ച്, ഭഗവാനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാനായിട്ട് ആർക്ക് സാധിക്കില്ല? ഈ അമൂർത്തകവാദികൾക്ക്, ജ്ഞാനമില്ലാത്തവർക്കൊന്നും സാധിക്കുന്നില്ല. അതീവ രഹസ്യം എന്ന അഭിവ്യഞ്ജനം ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്തെന്നാൽ ഭക്തിയുടെ സേവനം എന്ന വിജ്ഞാനം നിർവ്യക്തിക വിജ്ഞാനത്തിന് അതീതമാണ്. അപ്പോ ഇവിടെ ഭക്തിയുടെ സേവനം എന്ന് പറഞ്ഞത് എന്ന വിജ്ഞാനം നിർവ്യക്തിക വിജ്ഞാനത്തിന് അതീതമാണ്. നിർവ്യക്തികമായിട്ടുള്ള വിജ്ഞാനത്തിനേക്കാളും അതീതമാണ് എന്ത്? ഭക്തിയുടെ സേവനം എന്ന ജ്ഞാനം. കാരണം ഭഗവാൻ ഭക്തി കിട്ടിയ ഭക്തിയുടെ സേവനം ചെയ്യാനായിട്ട് അവസരം എല്ലാവർക്കും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് ആരാണ് നിയന്ത്രിക്കുന്നത്? ഭക്തിയുടെ സേവനം നിയന്ത്രിക്കുന്നത് ആരാണ്? ഭക്തിയുടെ സേവനം നമുക്ക് നൽകുന്നത് ഭഗവാൻ സേവനം ചെയ്യാനായിട്ട്
ഭഗവാൻ തന്നെയാണ്. രാധാറാണി ഭക്തിരസാമൃത സിന്ധു പഠിച്ചവർക്ക് അറിയാൻ പറ്റും അല്ലെ. രാധാറാണിയുടെ നിയന്ത്രണത്തിലാണുള്ളത് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താണ് നിർവ്യക്തിക വിജ്ഞാനത്തിന് അതീതമാണത്. ജ്ഞാനം എന്നാൽ സാമാന്യ വിജ്ഞാനം അഥവാ വിജ്ഞാനത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗം എന്നർത്ഥം. അപ്പൊ സാധാരണ എന്താ പറയാ, ജ്ഞാനം എന്നാൽ സാമാന്യ വിജ്ഞാനം അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എന്നാണ് ജ്ഞാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ജ്ഞാനം നിർവ്യക്തിക ബ്രഹ്മം വരെയേ വികാസം പ്രാപിക്കുന്നുള്ളൂ. അപ്പൊ ഇത് ഏത് വരെയുള്ളൂ? നിർവ്യക്തികമായിട്ടുള്ള ബ്രഹ്മം വരെയേ ഈ ജ്ഞാനം വികാസം പ്രാപിക്കുന്നുള്ളൂ. അതിനുപരിയായി എപ്പോൾ അതിനെ ഭാഗികമായി ഭക്തിയുമായി കൂട്ടിക്കലർത്തുന്നുവോ അപ്പോൾ അത്തരം ജ്ഞാനം പരമാത്മാവ് അഥവാ സർവവ്യാപിയായ ഭഗവാൻ വരെ പുഷ്ടിപ്പെടുന്നു. അപ്പൊ എപ്പോഴാണോ ഇതിനെ ഭാഗികമായിട്ട് ഭക്തിയുമായിട്ട് കൂട്ടിക്കലർത്തുന്നത്, അപ്പൊ നിർവ്യക്തിക ബ്രഹ്മം എന്ന് പറയുമ്പോ എന്താണ്, ജ്ഞാനം അതുവരെ പോകുന്നുള്ളൂ. പക്ഷെ അത് ഭക്തിയുമായി കൂട്ടിക്കലരുമ്പോഴാണ് എന്ത് വരുന്നത്? ആ ജ്ഞാനം പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ വരെ പുഷ്ടിപ്പെട്ടു പോകുന്നത്. അപ്പൊ ഭക്തിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് പരമാത്മാവിലേക്കും അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് അത് പുഷ്ടിപ്പെട്ട് വരുന്നത്, ഭഗവാനിലേക്കും വരുന്നത്. ഇത് അതീവ രഹസ്യമാണ്. എന്നാൽ എപ്പോൾ അത്തരം ജ്ഞാനം ശുദ്ധ ഭക്തിയുടെ സേവനത്തിലേക്ക് തിരിയുന്നുവോ അപ്പോൾ അനന്തരം അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ ദുർന്യായമായ ഭാഗം പ്രാപ്തമാകുന്നു. അപ്പൊ എപ്പോഴാണോ ഈ ഭക്തിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് എന്ത് വരുന്നത്? ഭഗവാനിലേക്ക് പുഷ്ടിപ്പെടുന്നു പോകുന്നത്. ആ ഭക്തിയുമായി ബന്ധപ്പെട്ടത് എപ്പോഴാണോ അതീവ രഹസ്യമായിട്ടുള്ള ശുദ്ധ ഭക്തിയുടെ സേവനത്തിലേക്ക് തിരിയുന്നത് അപ്പോഴാണ് അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ ദുർന്യായമായ ഭാഗം, ഏറ്റവും രഹസ്യമായ ഭാഗം പ്രാപ്തമാക്കാൻ സാധിക്കുന്നത്. ഇതിനെ ദുർന്യായ ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഭഗവാൻ ഈ നിഗൂഢ ജ്ഞാനത്തെ ബ്രഹ്മദേവൻ, അർജുനൻ, ഉദ്ധവർ എന്നിവർക്ക് പകർന്നു നൽകി. അപ്പൊ ഈ ജ്ഞാനം ഭഗവാൻ ആർക്കാണ് നൽകിയിട്ടുള്ളത്? ബ്രഹ്മദേവനും അർജുനനും ഉദ്ധവനുമാണ് പകർന്നു നൽകിയത്. അപ്പൊ ഏറ്റവും നമ്മൾ പറഞ്ഞു ശരി ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാന്റെ ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം അത്രേ ഉള്ളൂ. പക്ഷെ അത് ഭക്തിയുമായി കൂട്ടിക്കലരുമ്പോഴാണ് എന്ത് വരുന്നത്? ഭക്തിയുമായിട്ട് വരുമ്പോ, ഭക്തിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോ നമുക്ക് എന്തിലേക്ക് അടക്കാം? പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തും. ഭഗവാനായിട്ട് കണക്ട് ചെയ്യും, ഭഗവാനിലേക്ക് എത്തും. പക്ഷെ പിന്നെയും അത് പോയി ഭക്തിയുടെ സേവനമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? എന്താ പറഞ്ഞത്? ഭക്തിയുടെ സേവനമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും രഹസ്യമായിട്ടുള്ളതാണ്, ഏറ്റവും വിശേഷപ്പെട്ട ജ്ഞാനമായിട്ട് മാറുന്നത്. ഭക്തിയുടെ സേവനം ആണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഭക്തിയുടെ സേവനം